ജീവിതത്തോണി സ്വർഗതീരം ചേരാൻ കാലമിനിയേറെയില്ല പാരിൽ കണ്ടിടും പ്രിയന്റെ പൊന്നുമുഖത്തെ പാടും ഞാൻ സ്തുതിഗീതങ്ങൾ കണ്ടിടും പ്രിയന്റെ പൊന്നുമുഖത്തെ പാടും ഞാൻ സ്തുതിഗീതങ്ങൾ കണ്ടിടും പ്രിയന്റെ പൊന്നുമുഖത്തെ പാടും ഞാൻ സ്തുതിഗീതങ്ങൾ. കടലിൽ വൻ തിരയേറ്റും അലയാതെ എൻ തോണി കര ചേർക്കും കരുണാമയൻ. കടലിൽ വൻ തിരയേറ്റും അലയാതെ എൻ തോണി കര ചേർക്കും കരുണാമയൻ. കഷ്ടങ്ങൾ തീർന്നിടും ദുഃഖം മാറിയിടും കർത്താവിൽ ആനന്ദിക്കും. കഷ്ടങ്ങൾ തീർന്നിടും ദുഃഖം മാറിയിടും കർത്താവിൽ ആനന്ദിക്കും. ജീവിതത്തോണി സ്വർഗതീരം ചേരാൻ കാലമിനിയേറെയില്ല പാരിൽ കണ്ടിടും പ്രിയന്റെ പൊന്നുമുഖത്തെ പാടും ഞാൻ സ്തുതിഗീതങ്ങൾ കണ്ടിടും പ്രിയന്റെ പൊന്നുമുഖത്തെ പാടും ഞാൻ സ്തുതിഗീതങ്ങൾ. എന്നേശു വന്നിടും എന്നെയും ചേർത്തിടും തൻ സ്വന്തം രാജ്യത്തിലാ. എന്നേശു വന്നിടും എന്നെയും ചേർത്തിടും തൻ സ്വന്തം രാജ്യത്തിലാ. പ്രത്യാശയേറുന്നു കാന്തൻ കൂടെന്നും വണിടാ സിയോൻ പുരേ. പ്രത്യാശയേറുന്നു കാന്തൻ കൂടെന്നും വണിടാ സിയോൻ പുരേ. ജീവിതത്തോണി സ്വർഗതീരം ചേരാ കാലമിനിയേറെയില്ല പാരിൽ കണ്ടിടും പ്രിയന്റെ പൊന്നുമുഖത്തെ പാടും ഞാൻ സ്തുതിഗീതങ്ങൾ കണ്ടിടും പ്രിയന്റെ പൊന്നുമുഖത്തെ പാടും ഞാൻ സ്തുതിഗീതങ്ങൾ. ഈ പുഴ നോക്കൂ കൂട്ടുകാരെ, എത്ര മനോഹാരിതയാണല്ലേ ഈ പുഴയ്ക്ക്. കണ്ടോ, അനവധി ബോട്ടുകളും വഞ്ചികളും ഒക്കെ ഇതിലെ കടന്നു പോകുന്നു. മത്സ്യബന്ധനത്തിനായിട്ടൊക്കെ അത് ഉപയോഗപ്പെടുന്നു. മാത്രമല്ല കണ്ടക്കാടും ഈ പായലൊക്കെയും നമുക്ക് തരുന്നത് എന്താണ്? ഓക്സിജൻ തരുന്നു. അങ്ങനെ എത്രയോ നമുക്ക് അനുഗ്രഹീതമാണ് ഈ പുഴ. ഇത് ജീവനദിയാണ്, ജീവശ്വാസമാണ്. കാരണം ഇന്ന് പുഴയുടെ പ്രാധാന്യം പലരും അത് മനസ്സിലാക്കുന്നില്ല. പല പുഴകളും മരിച്ചുകൊണ്ടിരിക്കുകയാണ്. മാലിന്യങ്ങളും വിഷാംശങ്ങൾ കലർന്ന ദ്രാവങ്ങളെല്ലാം അതിലായി ഒഴുക്കി വിട്ട് അതിനെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് നമ്മുടെ സമ്പത്താണ്, ഇത് നമ്മുടെ മൂല്യമാണ് എന്നുള്ള കാര്യം പലരും മറന്നു പോകുന്നു. അങ്ങനെ ആ ഒരു കാര്യത്തിലുള്ളൊരു പ്രാർത്ഥനയും ഒരു ശ്രദ്ധയും ഒക്കെ നമുക്ക് ഉണ്ടാകുന്നെങ്കിൽ വളരെ നന്നായിരിക്കും. ഈ പുഴ ഇങ്ങനെ ഒഴുകിക്കൊണ്ടേയിരിക്കണം. ഇത് ഒഴുകിക്കൊണ്ടിരിക്കുമ്പോഴാണ് അത് നമുക്ക് ഏറ്റവും അനുഗ്രഹമായിരിക്കുന്നത്. എന്നാൽ ഇതിനെല്ലാം ഇന്ന് ഒഴുക്ക് തടസ്സപ്പെടുത്തുമാറ് പ്ലാസ്റ്റിക്കുകളും മാലിന്യങ്ങളൊക്കെ നിറഞ്ഞ് കവിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഈ ദിവസങ്ങളിൽ നമ്മുടെ ജീവിതത്തിലോടുള്ള ബന്ധത്തിലും നമുക്കിത് ചിന്തിക്കാനായിട്ട് കഴിയും. നമ്മൾ കർത്താവിന് വേണ്ടി എപ്പോഴും പ്രയോജനകരമായി തീരേണ്ടവരാണ്. നമ്മൾ വചനം വായിക്കുമ്പോഴും പ്രാർത്ഥിക്കുമ്പോഴും ദൈവത്തെ സന്നിധിയിൽ നമ്മൾ പാടുമ്പോഴും അത് ആനന്ദിക്കുമ്പോഴും നമുക്ക് സംഭവിക്കുന്നതെന്നാൽ നമ്മൾ ശുദ്ധീകരിക്കപ്പെടുകയാണ്. എന്നാൽ അപ്പോൾ തന്നെ മറ്റുള്ളവർക്കും അത് ആ ശുദ്ധീകരണം ലഭിക്കത്തക്ക തന്നെ ചെയ്യും. അപ്പോൾ ആ സത്യം നമ്മൾ ഈ ദിവസങ്ങളിൽ അതും നമ്മൾ മനസ്സിലാക്കുക. നമ്മൾ കർത്താവിന് വേണ്ടി എപ്പോഴും പ്രയോജനപ്പെടേണ്ടവരാണ്. മാലിന്യം പാട്ടും ക്ഷയവും ഒന്നും ഇല്ലാത്തവരായിട്ട് നിൽക്കണം എന്നാണ് പരിശുദ്ധാത്മാവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ആ നിലയിൽ ഒരു വലിയ ശുദ്ധീകരണം നമ്മുടെ ജീവിതത്തിലും ആവശ്യമായിരിക്കുന്നു.
അപ്പോൾ അത് സ്വർഗത്തിനും ഏറ്റവും അനുഗ്രഹമായി തീരുക തന്നെ ചെയ്യും. നമ്മളും നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെയും അനുഗ്രഹിക്കപ്പെട്ടിരിക്കട്ടെ, പാട്ട് പാടട്ടെ, അവർ വചനം വായിക്കട്ടെ, പ്രാർത്ഥിക്കട്ടെ, കർത്താവിന് ഇഷ്ടമുള്ളവരായിട്ട് സ്നേഹമുള്ളവരായിട്ട് വർത്തിക്കട്ടെ. അത് ദേശത്തിന് അനുഗ്രഹ കാരണമായി തീരട്ടെ. അപ്പോൾ തന്നെ ഈ പുഴകളൊക്കെയും ദേശത്തിന് നന്മയായി തീരട്ടെ. അത് ഒഴുകിക്കൊണ്ടിരിക്കട്ടെ. അതിൻ്റെ അശുദ്ധിയെല്ലാം നീക്കപ്പെടട്ടെ. അനേകർക്ക് അതൊരു നന്മയായി തീരട്ടെ. ഇത് മുഖാന്തരം നമ്മുടെ വായു ശുദ്ധീകരിക്കപ്പെടട്ടെ, നമ്മുടെ ദേശം അതുപോലെ നമ്മുടെ മണ്ണ് ശുദ്ധീകരിക്കപ്പെടട്ടെ. നമുക്ക് നമ്മുടെ ജീവിതത്തിന് അതൊരു ബലമായി തീരട്ടെ. അനേകം മത്സ്യബന്ധനക്കാർക്കും അത് അനുഗ്രഹമായി തീരട്ടെ. ദേഹം, ദേഹി, ആത്മാവ് വളരെയധികം ശുദ്ധീകരിക്കപ്പെടട്ടെ. കർത്താവിൽ ആനന്ദിക്കപ്പെടട്ടെ. നമുക്ക് ഇന്നത്തെ വാക്യം മത്തായി സുവിശേഷം 5:8 വാക്യം. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. മത്തായി സുവിശേഷം 5:8. God bless you.